നേമത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. നേമത്ത് ബി.ജെ.പി. സ്ഥാനാർത്ഥി നമുക്കറിയാം, തിരുവനന്തപുരത്ത് തലസ്ഥാന നിവാസികൾക്ക് ഏറെ സുപരിചിതനായ എം.ആർ. ഗോപനെ കളത്തിലിറക്കിയാണ് ഇത്തവണ നേമം വാർഡ് നിലനിർത്താനായി ബി.ജെ.പി. കണക്കുകൂട്ടൽ നടത്തുന്നത്. ബി.ജെ.പിയുടെ ഒരു പ്രതീക്ഷ കണക്കുകൂട്ടലൊക്കെ എങ്ങനെയാണ്? തീർച്ചയായിട്ടും ഈ വാർഡ് ഭാരതീയ ജനതാ പാർട്ടിക്ക് അനുകൂലമായിട്ടുള്ള ജനവിധി തന്നെ ഉണ്ടാകും. കാരണം അതിൻ്റേതായിട്ടുള്ള 15 മുതൽ 20 വരെയും 20 മുതൽ 25 വരെയും ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രതിനിധിയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ആളുകൾ ഈ നാടിന് വേണ്ടി നൽകിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ, സംഭാവനകൾ, അതുപോലെ തന്നെ അർഹതപ്പെട്ട പാവങ്ങളെ സഹായിച്ചിട്ടുള്ളത്, ആനുകൂല്യം കൊടുത്തിട്ടുള്ളത്, ഈ നാടിൻ്റെ ഒട്ടനവധി പദ്ധതികൾ നടപ്പിലാക്കിയത് ഒക്കെ തന്നെ ഈ കാലയളവിലാണ്. കഴിഞ്ഞ 10 വർഷമായി ഈ നാടിൻ്റെ സമ്പൂർണ്ണമായിട്ടുള്ള വികസന പ്രവർത്തനം നടപ്പിലാക്കാൻ സാധിച്ചു എന്ന ആത്മവിശ്വാസത്തോടെയാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. അതോടൊപ്പം തന്നെ രാജീവ് ചന്ദ്രശേഖർജി മുന്നോട്ട് വച്ചിട്ടുള്ള വികസിത അനന്തപുരി, ആ അനന്തപുരിയുടെ ലക്ഷ്യം സാക്ഷാത്കരിക്കാനായിട്ടുള്ള നിരവധി പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തുന്നു. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ തിരുവനന്തപുരം നഗരസഭയിലെ പാർലമെൻ്ററി പാർട്ടി ലീഡറായിരുന്ന എനിക്ക് ഈ വാർഡിൽ ഒട്ടനവധി അനുഭവങ്ങളുണ്ട്. അതുപോലെ തന്നെ വീണ്ടും ജനങ്ങൾ 2 കൈ നീട്ടി സ്വീകരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ഈ തീപാറുന്ന പോരാട്ടം എന്ന് പറയുമ്പോൾ നമുക്കൊരു അത്ര പ്രയാസം തോന്നുന്നില്ല. സ്വാഭാവികമായിട്ട് ജനങ്ങൾ ഭാരതീയ ജനതാ പാർട്ടിക്ക് അനുകൂലമായി ചിന്തിക്കുന്നു. കഴിഞ്ഞ 5 വർഷമായി നഗരസഭയിൽ കാണുന്ന അഴിമതിയും അതോടൊപ്പം തന്നെ നഗരസഭയുടെ അഴിമതി എന്ന് പറഞ്ഞാൽ നിങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. 1-2 കാര്യങ്ങളല്ല, ഒരു മാസക്കാലയളവിൽ അല്ലെങ്കിൽ 1-2 മാസക്കാലയളവിലല്ല, 5 വർഷക്കാലയളവിൽ നിരവധിയായിട്ടുള്ള അഴിമതികളാണ് അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. ആ അഴിമതികളൊക്കെ തന്നെ വെളിച്ചത്ത് കൊണ്ടുവന്നിട്ടുള്ളത് ഭാരതീയ ജനതാ പാർട്ടിയുടെ കൗൺസിലർമാരാണ്. ഞങ്ങൾ ആ അഴിമതിയുടെ മുഖം ഇവിടെ പിച്ചി ചീന്തിക്കൊണ്ട് CPM-നോ കോൺഗ്രസ്സിന് അടിത്തറയില്ലാത്ത ഒരു സ്ഥലമാണിവിടെ. അത് മാറ്റിവെച്ചുകൊണ്ടുള്ള ശക്തമായിട്ടുള്ള മുന്നേറ്റം നമ്മൾ നടത്തും. 4 തവണ കൗൺസിലറായിരുന്നിട്ടുള്ള ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ഒരു വാർഡിൽ എങ്ങനെയായിരിക്കും അതിൻ്റെ വികസന പ്രവർത്തനങ്ങളും വികസന നേട്ടങ്ങളൊക്കെ ഏത് രീതിയിൽ മുന്നോട്ട് പോകണമെന്ന് കൃത്യമായി കാഴ്ചപ്പാടുള്ളൊരു വ്യക്തിയാണ്. തിരുവനന്തപുരം നഗരസഭ ഭാരതീയ ജനതാ പാർട്ടി ഭരിക്കും എന്ന് തന്നെ പൂർണ്ണ വിശ്വാസത്തിലാണ് നമ്മളെല്ലാവരും. 101 വാർഡിലും അതിൻ്റേതായിട്ടുള്ള ശക്തമായ പ്രവർത്തനം നടക്കുന്നു. നല്ല ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ വരാൻ സാധിക്കും. അധികാരത്തിൽ വരാൻ സാധിക്കുകയാണെങ്കിൽ സംസ്ഥാന അധ്യക്ഷൻ പ്രഖ്യാപിച്ച പോലെ തന്നെ ഒരു വികസിത അനന്തപുരി, അത് വികസിത അനന്തപുരി എന്ന് പറയുമ്പോൾ ഇന്നലെ വരെ തിരുവനന്തപുരം നഗരം കാണാത്ത ഏറ്റവും വലിയ വികസിതമായിരിക്കും ഉദ്ദേശിക്കുന്നത്. 45 നമുക്ക് അധികാരം കിട്ടിയാൽ 45 ദിവസത്തിനുള്ളിൽ പ്രധാനമന്ത്രി തന്നെ ഇവിടെ വന്ന് ഈ അനന്തപുരിക്ക് വേണ്ടിയിട്ടുള്ള നിരവധി സംഭാവനകൾ പ്രഖ്യാപിക്കും. ഈ മറുഭാഗത്ത് കോൺഗ്രസ്സിൽ ഒരു യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു ജില്ലാ പ്രസിഡന്റ്, ജില്ലാ അധ്യക്ഷനാണ് യൂത്ത് കോൺഗ്രസിൻ്റെ, അതായത് ഒരു യുവനിരയിൽ നിന്നുള്ളൊരു നേതാവാണ്. UDF-നെ കൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിക്ക് യാതൊരു തരത്തിലുള്ള ഭീഷണിയുമില്ല. കാര്യം ഇവർ 42-ൽ നിന്ന് ഏകദേശം 20-ലേക്ക് വന്നു, 20-ൽ നിന്ന് 10-ആയി ചുരുങ്ങി. ആ കാലഘട്ടത്തിലൊക്കെ ഇപ്പോൾ 10 കൗൺസിലർമാരാണ് തിരുവനന്തപുരം നഗരസഭയിൽ UDF-നുള്ളത്. ആ 40-ൽ നിന്ന് 20-ആയി ചുരുങ്ങി, 20-ൽ നിന്ന് 10-ആയി ചുരുങ്ങി. വീണ്ടും അവർ വലിയ പ്രഖ്യാപനങ്ങൾ നടക്കുന്നു എന്നല്ലാതെ ഗ്രൗണ്ടിൽ അവർ തരത്തിലുള്ള കാഴ്ചകളൊന്നും ഈ നേമം വാർഡ് ഉൾപ്പെടെ നമുക്ക് കാണാനില്ല. ബി.ജെ.പിക്ക് ഭരണം കിട്ടുവാണെങ്കിൽ പലരുടെയും പേരുകൾ, അതായത് മേയർ സ്ഥാനാർത്ഥിയെ ഉയർത്തിക്കാട്ടി പല പേരുകളുമൊക്കെ ഉയർന്നു വരികയാണ്. അപ്പോൾ ഉറപ്പായും ഒരു 4 തവണ കൗൺസിലറായിരുന്ന എം.ആർ. ഗോപനെ പോലുള്ള വ്യക്തികളും ഉറപ്പായും ആ പട്ടികയിലൊക്കെ ഉണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ ഭരണം ബി.ജെ.പിക്ക് കിട്ടുകയാണെങ്കിൽ ഈ അനന്തപുരിയെ ഏത് രീതിയിലൊരു വികസന കാഴ്ചപ്പാടിൽ തലസ്ഥാനത്തിൻ്റെ മുഖം മാറ്റുന്ന രീതിയിലുള്ള എന്ത് കാഴ്ചപ്പാടാണ് താങ്കൾ മുന്നോട്ട് വയ്ക്കുന്നത്? തലസ്ഥാന നഗരത്തിൽ നിന്ന് ഏറ്റവും ജനങ്ങൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന നിരവധി വിഷയങ്ങളുണ്ട്. അതിലൊന്ന് പ്രധാനപ്പെട്ടത് ഡ്രെയിനേജ് സംവിധാനം. 32 വാർഡുകളിലാണ് പതിറ്റാണ്ടുകളായി CPM ഭരിക്കുന്ന ഈ നഗരസഭയ്ക്ക് 32 വാർഡിൽ ഡ്രെയിനേജ് സംവിധാനമുള്ളൂ. 2 സെൻറ്റിലും 3 സെൻറ്റിലും വീട് വെച്ച് താമസിക്കുന്ന സാധാരണക്കാരന് ഒരു കിണർ കുത്തി അതുപോലെ തന്നെ ഒരു സെപ്റ്റിക് ടാങ്കും കുഴിക്കാൻ സാധ്യമല്ലാത്ത തരത്തിലേക്കുള്ള ദുരവസ്ഥയുണ്ട്. അതോടൊപ്പം തന്നെ പാർപ്പിടം, തലചായ്ക്കാനൊരിടം എന്ന സ്വപ്ന പദ്ധതി ഇന്ന് നടപ്പിലാക്കിയിട്ടുണ്ട് എങ്കിൽ അത് പ്രധാനമന്ത്രി പ്രഖ്യാപിച്ച പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതി മാത്രമാണ്. അപ്പോൾ ആ അത്തരത്തിലുള്ള ഏറ്റവും സാധാരണക്കാരന് ഉള്ള വിഷമതകളെ പരിഹരിക്കാവുന്ന പ്രവർത്തനങ്ങൾക്കായിരിക്കും ഭാരതീയ ജനതാ പാർട്ടി അധികാരത്തിൽ വന്നാൽ അതിന് മുൻതൂക്കം കൊടുക്കും. സഹകരണ സംഘവുമായി ബന്ധപ്പെട്ടുള്ള ആരോപണങ്ങളൊക്കെ തന്നെ ബി.ജെ.പിയെ വേട്ടയാടുന്നൊരു സാഹചര്യമായതുകൊണ്ട് ബി.ജെ.പിക്ക് ഇത്തവണ തിരഞ്ഞെടുപ്പ് കുറച്ച് പരിങ്ങലിലാണെന്നൊരു പ്രചാരണം മറുഭാഗത്ത് മറ്റു രാഷ്ട്രീയ പാർട്ടികൾ ഉയർത്തുമ്പോൾ അതെങ്ങനെയെങ്കിലും ബി.ജെ.പിയുടെ പ്രചാരണത്തെ ബാധിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും അതൊക്കെ അടിസ്ഥാനരഹിതമായിട്ടുള്ള വാർത്തകളാണ്.
അടിസ്ഥാനരഹിതം, ഒരു അടിസ്ഥാനവും ഇല്ലാത്ത വാർത്തകളാണ്. CPM-ന് ഉള്ളതുപോലെ പ്രതിസന്ധി ഈ വാർഡും പൊന്നുമങ്ങ 2 വാർഡിൽ ചേർത്ത് നോക്കിയാൽ അടുത്ത് ഉള്ള ഒരു ബാങ്കുണ്ട്, നേമം സർവീസ് സഹകരണ ബാങ്ക്. 118 കോടി രൂപയാണ് ഇവിടുത്തെ പാവങ്ങളുടെ വീടുകളിൽ നിന്ന് ഇവർ കട്ടെടുത്തുകൊണ്ട് പോയി വെച്ചിരിക്കുന്നത്. ആ വീടുകളിൽ CPM-ന്, അതായത് ബാങ്കിൻ്റെ കൊള്ളയ്ക്ക് നേതൃത്വം കൊടുത്ത പാർട്ടിക്ക് വോട്ടില്ല എന്ന് അവരുടെ വീടുകളുടെ മുമ്പിൽ സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട്. ആ അവസ്ഥ ഉണ്ടായിട്ടുള്ള പാർട്ടിയാണ് പറയുന്നത് BJPക്ക് പ്രതിസന്ധി ഉണ്ടെന്ന്. അവരുടെ പ്രതിസന്ധി അവർ ആദ്യം തീർക്കട്ടെ, അത് കഴിഞ്ഞിട്ട് BJPക്ക് ഒരു പ്രതിസന്ധിയും നിലവിലില്ല. എല്ലാവിധമായ ആശംസകളും.